അക്ഷര കോളേജിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനായിരുന്നു. അതിൻ്റെ ഫോമിൽ നമുക്കറിയാം Sn ഈക്വൽ ടു 2x1 + n-1 × d. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് AP-യുടെ സമ്മ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഈ ഫോമുല ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ സമ്മിൻ്റെ ഫോമുല ഉപയോഗിച്ച് നമുക്ക് AP-യുടെ ബാക്കി രണ്ട് ഉപയോഗങ്ങളൂടെ, അല്ലെങ്കിൽ ഈ ഫോമുലയുടെ ബാക്കി രണ്ട് ഉപയോഗങ്ങളൂടെ നമുക്ക് പഠിക്കാം. ഒന്ന്, നമുക്കറിയാം നമ്മൾ ആദ്യത്തെ ഒരു ഫോമുല Xn ഈക്വൽസ് x1 + n-1 × d എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ച് AP-യുടെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു. അതുപോലെ ഓൾജിബ്രായിക് ഫോം തന്നിരുന്നു കഴിഞ്ഞാൽ തിരിച്ച് AP-യിലേക്ക് പോകാനും പഠിച്ചു. ഇതുപോലെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഓൾജിബ്രായിക് ഫോമിൻ്റെ ക്വസ്റ്റ്യൻ വരാറ്. ഒന്ന്, ഫൈൻഡ് ദ nth ടേം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ AP. രണ്ട്, ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് സം ഓഫ് ദ AP, അല്ലെങ്കിൽ ഫൈൻഡ് ദ സം ടു n ടേംസ്. അപ്പോൾ ഇത് രണ്ട് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം കാണാം. രണ്ടും കൂടെ മാറിപ്പോകരുത്, ഫോമുലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, കാണുന്നതൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്. നമുക്ക് നോക്കാം. നമുക്കൊരു AP എഴുതാം, 1, 4, 7 etc. ഒരു സമാന്തര ശ്രേണിയാണ്, നമുക്കറിയാം. ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 1, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 3. അപ്പോൾ എനിക്ക് ഈ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഫോമുലയിൽ n-ന് വാല്യൂ കൊടുക്കാതെ നമ്മൾ ചെയ്യും. ഇവിടെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോമിന് ഫോമുല മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ നമ്മൾ Xn ഈക്വൽസ് x1 + n-1 × d എടുത്തതുപോലെ ഇവിടെ Sn ഈക്വൽസ് n/2 × 2x1 + n-1 × d എടുക്കുക. ചെയ്യേണ്ടതെല്ലാം നേരത്തെ പോലെ തന്നെയാണ്. n-ന് വാല്യൂ കൊടുക്കരുത്. n-ന് വാല്യൂ കൊടുക്കാൻ നമ്മുടെ ഇല്ല, എന്നാലും n-ന് വാല്യൂ കൊടുക്കരുത്, ഒരു വിലയും കൊടുക്കരുത്. ബാക്കിയുള്ള ടേംസിനെല്ലാം x1-ന് വാല്യൂ കൊടുക്കുക, d-ക്ക് വാല്യൂ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ഇത്രയുമാണ് സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോമിൽ ഇതാണ്. Sn ഈക്വൽസ് n/2 × 2x1 + n-1 × d. x1 എഴുതി വെച്ചിട്ടുണ്ട്, d എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ആ ഫോമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് Sn ഈക്വൽ ടു n/2 into 2 into x1, that is 2 into 1, that is 2, plus n-1 into d into 3. ഇനി ചെയ്യേണ്ടത് നമ്മൾ സമ്മ് കണ്ടതുപോലെ തന്നെ ആദ്യം ഇതിനകത്തുള്ളത് സിംപ്ലിഫൈ ചെയ്യുക. ഈ ബ്രാക്കറ്റിന് ഈ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ശേഷം മാത്രമേ പുറത്തോട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാവൂ. ദാറ്റ് ഈസ് n/2 into 2 + n-1 into 3. 3 അകത്തോട്ട് ഇൻറ്റു ചെയ്യുക. ദാറ്റ് ഈസ് 2 + 3 into n, 3n, 3 into -1, -3. ഇനി എല്ലാവർക്കും തെറ്റുന്ന ഒരു സ്റ്റെപ്പാണിത്. പലരും ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന നേരത്ത് തെറ്റിച്ച് വയ്ക്കാറുണ്ട്. n/2 ഇവിടെ 3n-ൻ്റെ ടേമിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ n-ൻ്റെ ടേമിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ തന്നെ ഇട്ടേക്കണം. ബാക്കിയുള്ള രണ്ട് ടേംസ് 2 -3 അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2 - 3 ദാറ്റ് ഈസ് -1 ഇങ്ങനെ എഴുതാം. പലരും 3n - 3 എന്നൊക്കെ എഴുതിയിട്ട്, അല്ലെങ്കിൽ 3n ഇതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 5n എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ആലോചിക്കുക, n-ൻ്റെ എക്സ്പ്രഷൻ n-നോട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പേഴ്സിനോട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3n - 3 + 2 ദാറ്റ് ഈസ് -1. ഇനി ചെയ്യേണ്ടത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3 ഡിവൈഡഡ് ബൈ 2 അവിടെ കിടപ്പുണ്ട്. 3n × n 3n², -1 × n -n. So this is the expression for finding sum to n terms. അപ്പോൾ ഓൾജിബ്രായിക് ഫോം, സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം ചോയ്സ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഓക്കെ,
അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഫോർമുലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെയാണ്. എന്നിന് വാല്യൂ കൊടുക്കരുത്, x1നും ഡിക്കും മാത്രം വാല്യൂ കൊടുക്കുക. അകത്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആലോചിക്കണം, എന്നിൻ്റെ ടേം ഒരെണ്ണേ കാണുള്ളൂ, എന്നിൻ്റെ ടേം. അതിനെ ആദ്യം എടുത്ത് എഴുതി വെച്ചിട്ട് ബാക്കി നമ്പേഴ്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. പ്ലസും മൈനസും ആണ്, അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തു വരിക. ഇനി ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇൻറ്റു ചെയ്ത ശേഷം ഈ ഡിവൈഡഡ് ബൈ 2 ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സം ടു n ടേംസ് കാണാനുള്ള ഫോർമുല. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിലോട്ട് പോകാം. 4, 8, 12 എക്സെട്ര. ഈ എപ്പിയുടെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം കാണുക. അപ്പോൾ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഫൈൻഡ് ദ സം ടു n ടേംസ്, അല്ലെങ്കിൽ n പദങ്ങളുടെ തുക കാണുക. 2, ഫൈൻഡ് ദ സം ഓഫ് ഓൾജിബ്രായിക്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുകയുടെ ബീജഗണിത രൂപം കാണുക. 2 ചെയ്താലും നമുക്ക് 2 ചോദിച്ചാലും നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വേറൊരു എപ്പി എടുക്കാം. 4, 8, 12 എക്സെട്ര. x1 എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഡി എഴുതാം, ഈക്വൽ ടു 4, അതും 4 ആണ്. ഫോമിലേക്ക് കൊടുക്കാം. Sn ഈക്വൽ ടു n/2 × 2x1 + n-1 × ഡിയിൽ കൊടുക്കാം. ആലോചിക്കുക, എന്നിന് വില കൊടുക്കരുത്, നമുക്ക് ഓൾജിബ്രായിക് ഫോമാണ് കാണേണ്ടത്. എന്നിന് വില കൊടുക്കരുത്, ഡിക്കും x1നും വില കൊടുക്കുക. ദാറ്റ് ഈസ് Sn ഈക്വൽസ് n/2 × 2 × x1, that is 2 × 4, that is 8, plus n-1 × d, that is 4, equal to n/2. അതോട്ട് ഇൻറ്റു ചെയ്യുക. 8 plus 4 × n 4n, 4 × -1 -4. ആലോചിക്കുക, 4n ഒന്നും ചെയ്യാൻ പറ്റില്ല. that is n/2. 4n നമുക്ക് ആദ്യം എഴുതാം. ബാക്കിയുള്ളത് 8 - 4, that is 4, plus 4. അകത്തോട്ട് ഇൻറ്റു ചെയ്യുക. 4n × n, 4n² പ്ലസ് 4 × n, 4n ഹോൾ ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ നമുക്കിവിടെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ 4n-ൽ നിന്ന് 4n² നിന്ന് ഒരു 2 കോമൺ ആയിട്ട് എടുക്കാം. 4n-ൽ നിന്നും ഒരു 2 കോമൺ ആയിട്ട് എടുക്കാം. ഡിവൈഡ് ബൈ ഒരു 2 ഉണ്ട്, അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 4n² നിന്ന് 2 എടുക്കുമ്പോൾ ബാക്കി 2n² ഉണ്ട്, പ്ലസ് 4n നിന്ന് 2 എടുക്കുമ്പോൾ ബാക്കി 2n ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒരു 2 ഉണ്ട്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2n² + 2n. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം ഇത് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം, നിങ്ങളത് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3, 6, 9 എക്സെട്ര. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം. ഇതിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം കാണണം. അപ്പോൾ കണ്ടുപിടിച്ച ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് എൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്തതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 3n² + 3n/2 എന്നായിരിക്കും കിട്ടും. നമുക്ക് വേണമെങ്കിൽ മുകളിൽ നിന്നൊരു 3 കോമൺ ആയിട്ട് എടുക്കാം, പക്ഷേ അതിൽ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടേക്കാം, 3n² + 3n/2. ഓക്കെ, അടുത്ത് നിങ്ങൾ കാണേണ്ട സം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ APകൾ. ഒന്ന്, നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1, 2, 3 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം. 2, ഓഡ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഈവൻ നമ്പേഴ്സ് 2, 4, 6 എക്സെട്ര. 3, ഓഡ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1, 3, 5 എക്സെട്ര. ഈ 3 APയുടെയും സമ്മ് കാണണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമ്മ് കാണുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഫോമുല കിട്ടും. ആ ഫോമുലയാണ് നമുക്ക് ആവശ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഉപയോഗം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഈ 3 എണ്ണത്തിൻ്റെയും സമ്മ് കാണാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്കത് ചെയ്ത് പറയാം, എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് APയുടെ ആൻസർ നിങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1, 2, 3 എക്സെട്ര. അപ്പോൾ Sn ഈക്വൽസ് n/2 2 × x1, that is 2 × 1, that is 2, plus n-1 × d, that is 1. കോമൺ ഡിഫറൻസും 1 ആണ്. ഈക്വൽ ടു n/2 2 പ്ലസ് ഇത് ഓപ്പൺ ചെയ്താൽ ഇത് തന്നെ കിട്ടും, n-1 എന്ന് കിട്ടും. ഈക്വൽ ടു n/2 n നമുക്ക് ആദ്യം എഴുതാം. 2 - 1 1 + 1 കിട്ടുന്ന ആൻസർ n ×
n+1 ഡിവൈഡ് ബൈ 2. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട തൽക്കാലം, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ പഠിക്കാനാണ് എളുപ്പം. കാരണം ഇത് ഈ എപ്പിയുടെ മാത്രം n×n+1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക, ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോമുലയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ് n×n+1/2. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണുക എന്നാൽ, അല്ലെങ്കിൽ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഈ ഫോമുലയിൽ നമുക്ക് ഇതൊന്നും മെനക്കെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഫോമുലയിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് n ആണ് ഇവിടുത്തെ 10, ദാറ്റ് ഈസ് n×n+1, 10+1 ദാറ്റ് ഈസ് 11 ഡിവൈഡ് ബൈ 2. നമുക്ക് വെട്ടി ചെയ്യുമ്പോൾ 11 × 5 55 എന്ന് എളുപ്പത്തിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തത് നാച്ചുറൽ നമ്പർ. നമുക്കടുത്ത് ഈവൻ നമ്പറിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈവൻ നമ്പറിൻ്റെ സമ്മ് കണ്ടു നോക്കാം. ഇതുപോലെ തന്നെ Sn equals n/2 into 2 into x1, that is 2 into 2 4 plus n-1 into d. d എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n/2 4 plus 2 into n 2n minus 2 equal to n/2. 2n നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, 2n 4 minus 2 2 equal to n/2 into 2n plus 2. ഇതുവരെ നിങ്ങൾക്ക് ഏറെക്കുറെ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് n/2. ഈ രണ്ട് ടേമിൽ നിന്നും ഒരു 2 കോമൺ ആയിട്ട് എടുക്കുക, ബ്രാക്കറ്റിൻ്റെ പുറത്തോട്ട് ഒരു 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് 2 പോകുമ്പോൾ ബാക്കി 2 ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, അതിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ n ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, അതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി 1. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഫൈനൽ ആൻസർ n×n+1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള ഫോമുലയാണ് ഇത് നടക്കുന്നത് n×n+1. നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണാൻ n×n+1/2 ആയിരുന്നു. അതാണ് ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഈ രീതിയിൽ ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ മാത്രം ഈ രീതിയിൽ ചെയ്താൽ മതി ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതും പരീക്ഷ ഇങ്ങനെ ചെയ്യാനും പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈവൻ നമ്പർ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈവൻ നമ്പർ, ആദ്യത്തെ ഒരു 10 ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമുല ഇല്ലാതെ ഡയറക്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് n×n+1 10 × 10+1 ഈക്വൽ ടു 10 × 11 ഈക്വൽ ടു 110 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓഡ് നമ്പറും കൂടെ ഉള്ളൂ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഓഡ് നമ്പറിൻ്റെ സമ്മ് ഒന്ന് കണ്ടു നോക്കാം. ദാറ്റ് ഈസ് Sn equals n/2 into 2x1 2 into 1 that is 2 plus n-1 into d. d എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ n/2 into 2 plus ഇതിൻ്റെ അകത്തോട്ട് ഇൻറ്റു ചെയ്യുക 2n - 2 equal to n/2. 2n നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആദ്യം എഴുതാം. ഇവിടെ 2 - 2 ക്യാൻസൽ ചെയ്ത് പോകും, 0 ആയി പോകും. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, 2n മാത്രമേ ഉള്ളൂ. ഇനി ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി, ഈ 2ഉം 2ഉം നമുക്ക് വെട്ടാം, ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല ഇനി. അപ്പോൾ n×2n ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി n×n ദാറ്റ് ഈസ് ഈക്വൽ ടു n² എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള ഈസി ആയിട്ടുള്ള ഫോമുലയാണ് n² എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു 10 ഓഡ് നമ്പറിൻ്റെ സമ്മ് കാണുക, ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, ഓഡ് നമ്പർ ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡ് നമ്പറിൻ്റെ ആദ്യത്തെ 10 ഓഡ് നമ്പറിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിലേക്ക് കൊടുക്കാം n² ദാറ്റ് ഈസ് 10² ഈക്വൽ ടു 100. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യാം. ഈ 3 ഫോമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണണമെങ്കിൽ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണണമെങ്കിൽ നമ്മുടെ ഫോമുല n×n+1/2 എന്നാണ്. ഇനി നമുക്ക് ഈവൻ നമ്പറിൻ്റെ അപ് ടു n ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണണമെങ്കിൽ നമ്മുടെ ഫോമുല n×n+1 എന്നാണ്. അതേസമയം നമുക്ക് ഓഡ് നമ്പറിൻ്റെ ഫോമുല കാണണമെങ്കിൽ, അല്ലെങ്കിൽ സമ്മിൻ്റെ ഫോമുല കാണണമെങ്കിൽ അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് n² ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മ് കാണാനുള്ള ഫോമുലാസ്. അപ്പോൾ ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പ്രത്യേകം എഴുതി തന്നെ വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സമ്മിൻ്റെ ഫോമുല ഉപയോഗിച്ച് ഓൾജിബ്രായിക് ഫോം കാണുന്നതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് Sn equal to n/2 into 2x1 plus n-1 into d എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ച് ഇപ്പോൾ ഏത് AP തന്നാലും അതിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം എഴുതാൻ അറിയാം.
ഇനി നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഓൾജിബ്രായിക് ഫോം തരും, സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോം തരും, എന്നിട്ട് AP എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ഒന്നാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഇപ്പോൾ SN = 2n² + 1. ക്വസ്റ്റ്യനിൽ തന്നിരിക്കും ഇത് n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപമാണ്, അല്ലെങ്കിൽ ഇത് ദിസ് ഈസ് ദ സം ഓഫ് n ടേംസ് ഓഫ് ആൻ ഓൾജിബ്രായിക് ഫോം, അല്ലെങ്കിൽ സം ഓഫ് ആൻ AP എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു APയുടെ സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോമാണ് ഇത് തന്നിരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, AP എഴുതുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ APയിലേക്ക് പോകാം? നമ്മൾ ഓർക്കുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, APയുടെ ഓൾജിബ്രായിക് ഫോം തന്നിട്ട് APയിലേക്ക് പോകാൻ നമ്മൾ n-ന് വാല്യൂ കൊടുത്തു. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. നമ്മൾ n-ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ n-ന് 1 കൊടുത്ത് നോക്കുക. പുട്ട് n = 1. അപ്പോൾ എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ n-ന് 1 കൊടുക്കുക. ദാറ്റ് ഈസ് S1 = 2 × 1² + 1 = 2 + 1 = 3. അപ്പോൾ നമുക്ക് കിട്ടിയത് S1 = 3. എന്താണ് ഇതിൻ്റെ മീനിങ്? S1 S എന്ന് പറഞ്ഞാൽ സമ്മ്, 1 എന്ന് പറഞ്ഞാൽ ടേമിൻ്റെ പൊസിഷൻ. ദാറ്റ് മീൻസ് സം ടു 1 ടേം. ഒരു ടേമിൻ്റെ തുക എന്ന് പറയുന്നത് 3 ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു AP എടുത്താൽ 4, 7, 10 എക്സെട്ര ഈ ഒരു AP എടുത്തു കഴിഞ്ഞാൽ ഒരു ടേമിൻ്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം തന്നെയായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു ടേമിൻ്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 4 ആണ്. അതായത് S1 എന്ന് പറയുന്നതും X1 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഒരു ടേമിൻ്റെ തുകയും അല്ലെങ്കിൽ ആദ്യത്തെ പദം എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്കിവിടെ കിട്ടിയത് ഒരു ടേമിൻ്റെ തുകയാണ്. അപ്പം നമുക്കിവിടെ എഴുതാം ഒരു ടേമിൻ്റെ തുക തന്നെയാണ് ആദ്യത്തെ ടേം എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ടേം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AP എഴുതാം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കുന്നതിന് n-ന് 2 കൊടുക്കുക. ദാറ്റ് ഈസ് പുട്ട് n = 2 കൊടുക്കുമ്പോൾ S2 = 2 × സൂക്ഷിച്ച് കൊടുക്കണം, സിംപ്ലിഫിക്കേഷൻ അല്പം ടഫാണ്. 2 × n², ദാറ്റ് ഈസ് 2 × 2² + 1 = 2 × 2² 4 + 1 = 8 + 1 = 9. പക്ഷേ ഒരു കാരണവശാലും ഈ S2 എന്ന് പറയുന്നത് X2-ന് ഈക്വലൻ്റ് അല്ല. അത് ആലോചിച്ചിരിക്കണം. നമുക്ക് ഇപ്പോൾ കിട്ടിയത് S2 ആണ്. അതായത് 2 ടേമിൻ്റെ തുകയാണ് നമുക്കിവിടെ കിട്ടിയത്. അതായത് 2 ടേമിൻ്റെ തുകയാണ് 9. ഒരിക്കലും 2 ടേമിൻ്റെ തുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിന് ഈക്വലൻ്റ് ആയിരിക്കില്ല. ഇവിടെ 2 ടേമിൻ്റെ തുക എന്ന് പറയുന്നത് 4 + 7 11 ആണ്. എന്നാൽ രണ്ടാമത്തെ ടേം 7 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ S2 ഒരിക്കലും X2-ന് ഈക്വലൻ്റ് അല്ല. പക്ഷെ നമുക്കറിയാം 2 ടേമിൻ്റെ തുക എന്ന് പറയുന്നത് X1 + X2 ആണ്. അതായത് ആദ്യ ടേം പ്ലസ് രണ്ടാമത്തെ ടേം, അതാണ് 2 ടേമിൻ്റെ തുക എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് 9 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് S2-നെ X1 + X2 എന്ന് എഴുതാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. X1 + X2 എന്ന് നമുക്ക് എഴുതാം. ഇതിൽ X1 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ആ വാല്യൂ നമുക്ക് അവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3 + X2 = 9 എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ X2 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് X2 = 9 - 3 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവുന്നു, = 6. ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടേം X2 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 6. അപ്പോൾ നമുക്ക് AP എഴുതാം 3, 6, 9 എക്സെട്ര. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പലരും തെറ്റിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ന് ഫസ്റ്റ് വാല്യൂ കൊടുക്കും, ഫസ്റ്റ് ടേം കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. n-ന് സെക്കൻഡ് ടേം കൊടുക്കും, സെക്കൻഡ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഈ കിട്ടുന്നതിനെ X2 ആക്കി എഴുതി വെക്കും. അങ്ങനെ എഴുതരുത്. അത് നമ്മുടെ APയുടെ ഓൾജിബ്രായിക് ഫോമിലാണ്, സമ്മിൻ്റെ ഓൾജിബ്രായിക് ഫോമിലല്ല. അപ്പോൾ ഒന്നുകൂടെ ആദ്യം അവർ തന്നിരിക്കുന്ന വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n-ന് 1 കൊടുക്കുക, കിട്ടുന്നത് ഒരു ടേമിൻ്റെ തുകയായിരിക്കും. ആ ടേം തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. n-ന് 2 കൊടുക്കുക, കിട്ടുന്നത് സെക്കൻഡ് ടേം ആയിരിക്കും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ്. ടോട്ടൽ സമ്മാണ് ഈ 9 എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം നമുക്ക് കിട്ടിയ ആദ്യത്തെ X1 എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ചാൽ മതി. അത് 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്യണം. ചെയ്താൽ ഇത് അല്പം തലേ കയറുള്ളൂ. കാരണം അല്പം പാടുള്ള പോർഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എക്സസൈസ് തരും, നിങ്ങളത് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു എക്സസൈസ് കൂടെ ചെയ്യാം. ചെയ്താലേ നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ സമ്മിൻ്റെ nth ടേമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് n² + 2n. അതിൽ നിന്ന് നമുക്ക് AP കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം n-ന് 1 കൊടുക്കുമ്പോൾ S1 = 1² + 2 × 1 = 1 + 2 = 3 എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞു S1 എന്ന് പറയുന്നതാണ് 3 എന്ന് പറഞ്ഞാൽ ഒരു ടേമിൻ്റെ തുകയാണ് ഇവിടെ 3 എന്ന് കിട്ടിയത്. ഒരു ടേമിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം തന്നെയായിരിക്കും. അതായത് X1 = 3 എന്ന് നമുക്കിവിടെ എഴുതാം. ഇനി X2 കണ്ടുപിടിക്കണമെങ്കിൽ n-ന് ആദ്യം 2 കൊടുക്കുക. ദാറ്റ് ഈസ് പുട്ട് n = 2
കൊടുക്കുമ്പോൾ S2 ഈക്വൽ ടു എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ 2 കൊടുക്കുക. ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4 പ്ലസ് 4 ഈക്വൽ ടു 8. അപ്പോൾ ആലോചിക്കുക, ഇത് രണ്ട് ടേമിൻ്റെ സമ്മാണ്, ഒരിക്കലും രണ്ടാമത്തെ ടേം അല്ല, രണ്ട് ടേമിൻ്റെ തുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ ടേം എനിക്ക് കണ്ടുപിടിക്കണം. രണ്ട് ടേമിൻ്റെ തുകയെ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം എന്ന് നമുക്ക് എഴുതാമല്ലോ. ആദ്യത്തെ ടേം രണ്ടാമത്തെ ടേം അതിൻ്റെ തുകയാണ് നമുക്കിവിടെ 8 എന്ന് കിട്ടിയത്. അതിൽ x1 നമ്മൾ കണ്ടുപിടിച്ചു 3, അത് കൊടുക്കുക, പ്ലസ് x2 ഈക്വൽ ടു 8. അതിൽ നിന്ന് x2 ഈക്വൽ ടു 8 മൈനസ് 3 ദാറ്റ് ഈസ് 8 മൈനസ് 3 ഈക്വൽ ടു 5. അപ്പോൾ സെക്കൻഡ് ടേം x2 5 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം 3, രണ്ടാമത്തെ 5. അപ്പോൾ നമുക്ക് AP എഴുതാം 3, 5, 7 എക്സെട്ര. അപ്പോൾ ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഒന്നുകൂടെ Sn ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n ആയിരുന്നു ക്വസ്റ്റ്യൻ. എന്നിന് ഒന്ന് കൊടുക്കുക, S1 ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 നമുക്ക് 3 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ടേമിൻ്റെ സമ്മാണ്, അതായത് ഫസ്റ്റ് ടേം ആണ്. ഇനി രണ്ടാമത് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4. അപ്പോൾ 8 എന്ന് കിട്ടി. ഇത് രണ്ട് ടേമിൻ്റെ സമ്മാണ്, അതായത് രണ്ടാമത്തെ ടേം അല്ല. രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ടേമിൻ്റെ സമ്മിനെ x1 പ്ലസ് x2 എന്ന് എഴുതാം. അതാണ് നമുക്ക് കിട്ടിയ 8. അതിൽ നിന്ന് x2 കണ്ടുപിടിക്കാൻ 8 മൈനസ് x1 എടുക്കുക, ദാറ്റ് ഈസ് 8 മൈനസ് 3 5 എന്ന് കിട്ടി. അങ്ങനെ രണ്ടാമത്തെ ടേം കിട്ടി നമുക്ക് 5 എന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് AP എഴുതാം 3, 5, 7 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരുവിധം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വർക്കുകൾ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ആ വർക്കുകൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ വർക്കുകൾ ചെയ്താലേ നമുക്കിത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് AP എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടൻറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ കണ്ടൻറ്റ് മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം, ടെക്സ്റ്റിലെ കുറേ പ്രോബ്ലംസ് ചെയ്യണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സസൈസും ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ എക്സസൈസ് നമ്മൾ തരുന്നതായിരിക്കും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിച്ചാലേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ വീഡിയോ നന്നായിട്ട് കാണുക, അല്പം ക്ഷമയോടെ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.